ഇഴഞ്ഞു നീങ്ങുന്ന തീരദേശ പാത നിർമ്മാണം പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ മഴ കനത്തതോടെ തൃശൂരിലെ യാത്ര ദുരിതപൂർണമായി. കുണ്ടും കുഴിയും ചാടി ഇഴഞ്ഞെങ്ങനെ എത്ര നാൾ യാത്ര ചെയ്യണമെന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഇട റോഡുകൾ എന്ന് വേണ്ട പ്രധാന റോഡുകൾ പോലും പൊട്ടിപ്പൊളിഞ്ഞിട്ട മാസങ്ങളായി. നിർമ്മാണ പ്രവർത്തികൾ ദാ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുകയാണ്. ആരോട് പറയാൻ, ആരു കേൾക്കാൻ? തുടർച്ചയായി പെയ്യുന്ന മഴയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ദാ ഇക്കാണുന്നത് പോലെ കുളമായതോടെ യാത്രാ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. പരാതി പറഞ്ഞു മടുത്തതല്ലാതെ നടപടിയില്ലെന്നതാണ് പൊതുജനം ചൂണ്ടിക്കാണിക്കുന്നത്. മഴ കൂടി കനത്താൽ ഇനിയുള്ള ദിവസങ്ങൾ പ്രതിസന്ധിയുടേതാകും. കൊടുങ്ങല്ലൂർ മുതൽ ചാവക്കാട് വരെയുള്ള തീരദേശ പാതയിൽ വിവിധയിടങ്ങളിൽ ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിട്ടില്ല. താൽക്കാലികമായ ആശ്വാസമെന്ന നിലയ്ക്ക് ചിലയിടങ്ങളിൽ റോഡ് തുറന്നുകൊടുത്തെങ്കിലും യാത്രാ ദുരിതത്തിന് പരിഹാരമായിട്ടില്ല. മഴ കൂടി കനത്തതോടെ ഇഴഞ്ഞിഴഞ്ഞുള്ള യാത്രാ ദുരിതത്തിലാണ് പ്രദേശവാസികൾ. ഇനി തീരദേശ മേഖലയിലേക്ക് വന്നാൽ ചന്തപ്പുര തുടങ്ങി വിവിധ മേഖലകളിൽ റോഡ് തകർന്നതോടെ യാത്ര തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്വകാര്യ ബസ്സുകൾ പോലും. ഇനി യാത്രാ ദുരിതം ഇരട്ടിയാകുമെന്ന ആശങ്കയിലാണ് പൊതുജനങ്ങൾ. കൊടുങ്ങല്ലൂർ കൂർക്കഞ്ചേരി പാതയിൽ നിർമ്മാണം തുടങ്ങിയിട്ട് വർഷങ്ങളായി. പദ്ധതി തീർത്തും നിലച്ച അവസ്ഥ. കണിമംഗലം പാടശേഖരത്തിന് സമീപം ബസ് മറിഞ്ഞതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ചിരുന്നു. പാതയിലുണ്ടായ അശാസ്ത്രീയ നിർമ്മാണവും നിർമ്മാണം പൂർത്തിയാക്കാത്തതുമാണ് ബസ് അപകടത്തിനിടയാക്കിയതെന്ന വിമർശനമുയർന്നതോടെയാണ് പദ്ധതി വീണ്ടും പുനരാരംഭിച്ചത്. പക്ഷേ മാസങ്ങൾ പോലും നീണ്ടുനിന്നില്ല. കൂർക്കഞ്ചേരി കൊടുങ്ങല്ലൂർ പാതയിൽ വീണ്ടും നിർമ്മാണം നിലച്ചു. ഇതോടെ ഇതിലൂടെയുള്ള യാത്രയും ദുഷ്കരമായിരിക്കുകയാണ്. പൂങ്കുന്നം കുന്നംകുളം റോഡിലും സ്ഥിതി വ്യത്യസ്തമല്ല. മുഖ്യമന്ത്രിയുടെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ച പദ്ധതി നിലച്ചിട്ട മാസങ്ങളായി. കരാർ കമ്പനിയെ മാറ്റുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നെങ്കിലും എങ്ങുമെത്തിയില്ല. മുൻവർഷങ്ങളിൽ മഴക്കാലത്ത് 3-4 മണിക്കൂറുകളെടുത്തായിരുന്നു പൂങ്കുന്നം കടന്നു കിട്ടിയിരുന്നത്. ഇക്കുറി ആ റെക്കോർഡ് തിരുത്തും എന്നത് ഉറപ്പാണ്. മണിക്കൂറുകൾ നീളുന്ന യാത്രാ ദുരിതം ഇവിടെയും പൊതുജനം അനുഭവിക്കേണ്ടി വരും. നികുതി നൽകി റോഡിലിറങ്ങിയ പൊതുജനമാണ് ദാ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങുന്നത്. ഇനിയും എത്ര നാൾ ഈ യാത്രാ ദുരിതമെന്നാണ് ഇവർ ചോദിക്കുന്നത്. പദ്ധതികൾ പ്രഖ്യാപിക്കുന്നിടത്ത് മാത്രമല്ല വികസനം, സമയബന്ധിതമായി അത് പൂർത്തിയാക്കുന്നിടത്തു കൂടിയാണ് വികസനം പ്രാവർത്തികമാകുന്നത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24.